ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾക്ക് എങ്ങനെയാണ് പവർ പോയിന്റിനകത്ത് നമ്മൾ പ്രസന്റേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മളുടെ ഒരു ഒബ്ജക്റ്റിന്റെ പുറത്തൂടെ ഒരു പ്രകാശം വരുന്നത് പോലത്തെ ആ ഒരു ഫീല് കൊണ്ടുവരാൻ സാധിക്കാം എന്താണ്. വെൽക്കം ടു ബി ഹാപ്പി, ഇറ്റ്സ് മീ ആൽഫിൻ. നിങ്ങൾ പണ്ടത്തെ കാർട്ടൂണിനകത്തൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാൻ സാധിക്കാം ഐഡിയ ഇങ്ങനെ പറയുമ്പോഴത്തേനും ഒരു ബൾബ് ഇങ്ങനെ വന്ന് കത്തി തെളിയുകയാണ്, അതിനൊരു പ്രകാശമായിട്ട്. ആ ഒരു ഫീല് നമ്മൾ ഇപ്പോൾ യൂട്യൂബിൽ എന്ത് കാര്യം സെർച്ച് ചെയ്താലും അല്ലെങ്കിൽ ഞാൻ എൻ്റെ തമ്മിലിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഒരു പ്രകാശത്തിന്റെ എഫക്റ്റ്. അങ്ങനെ വരുമ്പോഴത്തേനും ആൾക്കാരുടെ ശ്രദ്ധ പെട്ടെന്ന് അങ്ങോട്ട് വന്ന് ആൾക്കാർ അതിലോട്ട് നോക്കാൻ ഒരു സാധ്യതയുണ്ട്. നിങ്ങൾ യൂട്യൂബ് തമ്മിലൊക്കെ നിങ്ങൾ പവർ പോയിന്റിനകത്താണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് തന്നെ നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്രോജക്റ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറെ ഒബ്ജക്ട്സും ഉണ്ട്, ബൾബ്, ബോള്, അതേപോലെ തന്നെ ഒരു കാർട്ടൂൺ കോമിക് ക്യാരക്ടർ, എൻ്റെ ഒരു പിക്ചർ. ഞാൻ എൻ്റെ പിക്ചർ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ തംബ്നെയിലൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ, പവർ പോയിന്റിനകത്ത് തംബ്നെയിൽ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ അതിന് ഒരു ഗ്ലോ എഫക്റ്റ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണിക്കുവാനാണ് ഞാൻ ഇവിടെ എൻ്റെ പിക്ചർ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നീട് ഒരു ടൈറ്റിലും ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കാർട്ടൂൺ കോമിക് ക്യാരക്ടറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പവർ പോയിന്റിനകത്ത് തന്നെയാണ്. ഇനി നമ്മൾക്ക് ഇതെങ്ങനെയാണ് ഈ ഒരു ഗ്ലോ എഫക്റ്റ് കൊടുക്കുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾക്ക് ഈ ഒരു ബൾബിനാണ് ഗ്ലോ എഫക്റ്റ് കൊടുക്കേണ്ടതെങ്കിൽ ബൾബ് സെലക്ട് ചെയ്യുക. ഈ ഒരു കാർട്ടൂൺ ക്യാരക്ടറിനാണ് ഗ്ലോ എഫക്റ്റ് കൊടുക്കേണ്ടതെങ്കിൽ കാർട്ടൂൺ ക്യാരക്ടർ സെലക്ട് ചെയ്യുക. ബോളിനാണ് ഈ ഒരു ഗ്ലോ എഫക്റ്റ് കൊടുക്കേണ്ടതെങ്കിൽ ആ ഒരു ബോള് സെലക്ട് ചെയ്യുക. ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം പറഞ്ഞോളട്ടെ, ഞാൻ ഈ പുറകിൽ ബ്ലാക്ക് കളർ കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു ഗ്ലോ എഫക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഞാനിവിടെ കാർട്ടൂൺ ക്യാരക്ടർ സെലക്ട് ചെയ്തു, പിക്ചർ ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ പിക്ചർ എഫക്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പ്രീസെറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഷാഡോ, റിഫ്ലക്ഷൻ, ഗ്ലോ തുടങ്ങിയ പല ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഇവിടെ ഗ്ലോ എന്നതിൽ വരുമ്പോൾ നമ്മൾക്ക് ഇവിടെ ഓരോരോ പ്രീസെറ്റ്സ് അല്ലെങ്കിൽ ഗ്ലോ വേരിയേഷൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഇവിടെ ഏത് വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷൻ വേണം, അതേപോലെ തന്നെ അതിൻ്റെ കളർ ഒന്ന് മാറ്റിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതുപോലത്തെ കുറെ കാര്യവും നമ്മൾക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതൊന്നും അല്ല ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഗ്ലോ ഓപ്ഷൻസ് എന്നതിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരു പ്രീസെറ്റ് നമ്മൾക്ക് സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രീസെറ്റ് നമ്മൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കളർ ഒന്ന് മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ കളർ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇതൊക്കെ നമ്മൾക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും. ഞാൻ ഇവിടെ ഒരു പ്രീസെറ്റും സെലക്ട് ചെയ്യുന്നില്ല, ഞാൻ ഇവിടെ കളറ് വൈറ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ സൈസും ട്രാൻസ്പെറൻസിയും ഉണ്ട്. സൈസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്ലോ എന്തോരം പോകണം എന്നതാണ്. ഇവിടെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് ഒപ്പാസിറ്റിയുടെ ലെവലാണ് ട്രാൻസ്പെറൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ സാധാരണ എൻ്റെനൊക്കെ കൊടുക്കാറുള്ളത് ഒരു 5 BTയും 6 BTയും ഒക്കെയാണ് സൈസ് കൊടുക്കാറുള്ളത്. ട്രാൻസ്പെറൻസി ഞാൻ 1 or 2 ഒക്കെയാണ് കൊടുക്കാറുള്ളത്. ഇതുപോലെ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾക്ക് ടെക്സ്റ്റൈലോട്ട് വരുമ്പോൾ ഇപ്പോൾ നമ്മൾക്ക് GLOW എന്നതിന് മാത്രം കൊടുത്താൽ മതിയെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്ത ശേഷം ഷേപ്പ് ഫോർമാറ്റിൽ വരിക. ഈ ഒരു എഫക്റ്റിൽ, അതായത് ഇനി വരാൻ പോകുന്നത് ഇവിടെ A എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. A എന്നത് 3ാമത്തെ Aയിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം ഗ്ലോ എന്നതിൽ വരിക. ഇവിടെ നമ്മൾക്ക് ഓരോരോ ഗ്ലോ എഫക്ട്സ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെയും ഞാൻ ഗ്ലോ ഓപ്ഷൻസിൽ വരുന്നു. അതിനുശേഷം നമ്മൾക്ക് അതുപോലെ ഓരോരോ എഫക്ട്സ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾക്ക് വേറൊരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, അതായത് ഇപ്പോൾ ഈ ഒരു ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്നത് 5 BT ആണ്. അതേപോലെ തന്നെ 4% ട്രാൻസ്പെറൻസി. എനിക്ക് ഈ ഒരു സെയിം വാല്യൂസ് ഇങ്ങോട്ട് വരുത്തുവാനായിട്ട്, അതായത് ഈ ഒരു ഒബ്ജക്റ്റിന് വരുത്തുവാനായിട്ട് ഇവിടെ ഞാൻ 4 BT അല്ലെങ്കിൽ 5 BT ഒക്കെ ടൈപ്പ് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ഹോമിൽ വരിക, ഫോർമാറ്റ് പെയിന്ററിൽ ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ ആ ഒരു ഒബ്ജക്റ്റിലോട്ട് കൊടുക്കുകയാണെങ്കിൽ ആ സെയിം വാല്യൂസ് ഇവിടെയും വരുന്നതാണ്. ഇതുപോലത്തെ കുറേ ഷോർട്ട് കട്ട്സ് നമ്മൾക്ക് പവർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്.
അതൊക്കെ നമ്മൾക്ക് സ്ട്രെയിറ്റ് ഈ ഒരു ബൾബയിലോട്ടും അതേപോലെ തന്നെ നമ്മൾക്ക് ഇത് ഫോർമാറ്റ് പെയിന്റർ ഉപയോഗിച്ച് നമ്മളുടെ പ്രസന്റേഷൻ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. പവർപോയിന്റിനകത്ത് നമ്മൾക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഈ ഒരു എഫക്റ്റ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുകയാണ്. കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ നമ്മൾക്ക് പവർ പോയിന്റിനകത്ത് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് അറിയുവാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ മറക്കല്ലേ. See you in the next video. It's me, Alphin, signing out. Goodbye.